Morning. Okay, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എവിടെയൊക്കെയായിരുന്നു 3 types of purchases in hospital അല്ലേ? ഇതെല്ലാം നോക്കിയത് 3 type of purchase in hospitals. ഏതൊക്കെയായിരുന്നു? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, import purchase. അത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ചെയ്തേ? Okay, yes. Ini next നോക്കി, in purchasing, the starting point is the recognition of the need for the material on a product. So purchasing in the starting point എന്ന് പറഞ്ഞ എന്താണ്? ഒരു മെറ്റീരിയലിലെ recognition of the need, ആവശ്യങ്ങൾ തിരിച്ചറിയുക in the for a material on a product. ഒരു ഉൽപ്പന്നത്തിലെ മെറ്റീരിയലിന്റെ ആവശ്യകത തിരിച്ചറിയുക. അതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് എന്താണ് ആവശ്യം, അതല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നീഡ് ഫോർ എ മെറ്റീരിയൽ ഓൺ എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ, ഒരു ഉൽപ്പന്നത്തിലെ ആ മെറ്റീരിയൽസിന്റെ ആവശ്യകത തിരിച്ചറിയുക ആണ്. The starting point is the recognition of the need for a material on a product. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? Starting point is the dash. എന്താ? നീഡ്സ്, ആവശ്യകത തിരിച്ചറിയുകയാണ് മെറ്റീരിയൽസിന്റെ. For a material on a product. ഒരു മെറ്റീരിയൽസിന്റെ ആവശ്യകത തിരിച്ചറിയുകയാണ്. അതനുസരിച്ചാണ് നമ്മൾ പർച്ചേസിംഗും കാര്യങ്ങൾ നടത്തുന്നത്. എന്ത് പ്രൊഡക്റ്റ് ആണോ നമുക്ക് വേണ്ടത് അല്ലെ, അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസിംഗ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ആവശ്യകത തിരിച്ചറിയുക, അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇനി വെണ്ടർ ഓർ സോഴ്സസ് സെലക്ഷൻ ഹാസ് 4 stages. 4 സ്റ്റേജുകളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. വെണ്ടർ അല്ലെങ്കിൽ സോഴ്സ് സെലക്ഷൻ. ഈ സോഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് എവിടെ നിന്നാണോ നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് അല്ലെ, അതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ വെണ്ടേഴ്സ്, കച്ചവടക്കാര്, അതിന്റെ സെലക്ഷന് 4 സ്റ്റേജസ് ആണ് പറയുന്നത്. ഫസ്റ്റ് ഇത് നോക്കിയാൽ 4 സ്റ്റേജുകൾ കൗണ്ട് ചെയ്യണം കേട്ടോ. ഏതൊക്കെയാണ്? സർവേ സ്റ്റേജ്, സർവേയിലൂടെ ആകാം സർവേ സ്റ്റേജ്. രണ്ടാമത്തെ എൻക്വയറി സ്റ്റേജ്, എൻക്വയറി നടത്താൻ അന്വേഷണങ്ങൾ, എൻക്വയറി സ്റ്റേജ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഫേസ് ആണ് നെഗോഷിയേഷൻ ഫേസ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചാഘട്ടം, ചർച്ചകള്. നെഗോഷിയേഷൻ, ചർച്ചകള്. ഇൻ ദ ടേംസ് ഓഫ് എന്തിനെ സംബന്ധിച്ച്? ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് ലീഡ് ടൈം. അതിനെ സംബന്ധിച്ച്, ആ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റിനെ സംബന്ധിച്ച്, ക്വാളിറ്റിയെ സംബന്ധിച്ച്, ലീഡ് ടൈം. ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ താഴെ കൊടുത്തിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻടു ദ ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽ ഓർഡർ ചെയ്തത് മുതൽ അത് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ എത്താൻ എടുക്കുന്ന ടൈം, അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഏതിനെ സംബന്ധിച്ച്? ആ മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റിനെ സംബന്ധിച്ച്, ക്വാളിറ്റിനെ സംബന്ധിച്ച്, ലീഡ് ടൈം അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നു. ഈ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ, ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, മെറ്റീരിയൽ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്. Time between ordering the material and getting into the department. Material order ചെയ്തത് മുതൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എത്താൻ എടുക്കുന്ന ടൈം, അതിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. The time between ordering the material and getting it to the department is called the dash. എന്ന് പറയുന്നേ ലീഡ് ടൈം. അണ്ടർലൈൻ ചെയ്തേ. ഇനി നാലാമത്തെ സ്റ്റേജ് ആണ് എക്സ്പീരിയൻസ് സ്റ്റേജ്. ഓക്കെ, എക്സ്പീരിയൻസ് സ്റ്റേജ്. അപ്പൊ 4 സ്റ്റേജുകളാ പറഞ്ഞേക്കുന്നത്, പേര് പഠിച്ചു വെക്കാം. വെണ്ടർ ഓർ സോഴ്സ് സെലക്ഷന് വരുന്ന 4 സ്റ്റേജുകള് സർവേ സ്റ്റേജ് ഉണ്ട്, എൻക്വയറി സ്റ്റേജ് ഉണ്ട്, നെഗോഷിയേഷൻ സ്റ്റേജ് ഉണ്ട്, എക്സ്പീരിയൻസ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഇൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഫുൾഫിൽ. നോക്കിയേ, ആ ടെക്സ്റ്റിൽ ഒന്ന് നോക്കിയേ, കറക്റ്റ് അല്ലേ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഫുൾഫിൽ, നിറവേറ്റുക. ഇത് എങ്ങനെയാണ് ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അവർക്കിടെ പൈസ എങ്ങനെയാണ് നിറവേറ്റുന്നത്? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ വേണം, നമുക്ക് തോന്നിയ രീതിയിൽ പൈസ ചെലവാക്കാൻ പറ്റില്ല അല്ലെ. ആ ചെലവാക്കുന്ന പൈസ എങ്ങനെയായിരിക്കണം? ജുഡീഷ്യസ്ലി. എങ്ങനെ വേണം? വിവേകത്തോടു കൂടി. ജുഡീഷ്യസ്ലി, വിവേകത്തോടു കൂടി. ഒബ്ജക്റ്റീവ്ലി,
ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുനിഷ്ഠമായി, വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റി, സത്യസന്ധമായി. ആൻഡ് എഫക്റ്റീവ്ലി, ഫലപ്രദമായി. അത് ആദ്യ വേർഡ് കിട്ടിയോ നോക്കിയേ. ജുഡീഷ്യസ്ലി എന്ന് വെച്ചാൽ വിവേകപൂർവത്തോടു കൂടി, വിവേകത്തോടു കൂടി. ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായി. ഹോണസ്റ്റി, സത്യസന്ധമായി. എഫക്റ്റീവ്ലി, എന്താണ്? ഫലപ്രദമായി. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി ഉണ്ട്. ഈസ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് എ ഡ്യൂട്ടി ടു സ്പെൻഡ് മണി. എങ്ങനെ ചെലവാക്കാൻ? ആ പൈസ അത് വിവേകത്തോടു കൂടി, വസ്തുനിഷ്ഠമായി, സത്യസന്ധമായി, ഫലപ്രദമായി ചെലവഴിക്കാൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് എന്തുണ്ട്? ഒരു കടമയുണ്ട്. അല്ലെങ്കിൽ അത് ആ പൈസ അങ്ങനെയാണ് അവർ ചെലവാക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Spend money judiciously, objectively, honesty and effectively. ഇനി നെക്സ്റ്റ് ആണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. എന്താണ് നെഗോഷിയേഷൻ? നമ്മൾ പറഞ്ഞല്ലോ എന്താണ് നെഗോഷിയേഷൻ? ചർച്ചകള്. നെഗോഷിയേഷൻ, ചർച്ചകള് is a two-way communication between buyer and seller. ബയ്യറും സെല്ലറും തമ്മിലുള്ള, വാങ്ങുന്ന ആളുകളും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു two-way communication, അതാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. Negotiation is a two-way communication between buyer and seller. Dash is a two-way communication. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചോദിക്കാം. Two-way communication between buyer and seller is called a dash. എന്ന് പറയും നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇനി ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. അതും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. നെഗോഷിയേഷൻ is discussion on a business transaction leading to finalization of a purchase and sales contract of goods and services. എന്താ പറഞ്ഞിരുന്നത്? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെയും സർവീസുകളുടെയും, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അല്ലെ, അതിന്റെ ആ ട്രാൻസാക്ഷൻ അത് ഫൈനൽ ആക്കുന്നതിന് വേണ്ടി, ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ. ചർച്ചകള്. ആ ബിസിനസ് ട്രാൻസാക്ഷൻ അതിന്റെ ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടി എടുക്കുന്ന ഡിസ്കഷൻ ആണ് ഏത്? നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തോട്ടോ. ഡാഷ് ഈസ് ഡിഫൈൻഡ്. അല്ലെങ്കിൽ ആ ഡിസ്കഷൻ ആണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ആ സെന്റൻസ് നമുക്ക് ചോദിക്കാം എന്താണെന്നുള്ള. അപ്പൊ രണ്ട് സെന്റൻസും നമ്മൾ അവിടെ നെഗോഷിയേഷന്റെ അണ്ടർലൈൻ ചെയ്തിട്ടാണ്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കഷൻ ആണ്. എന്തിനു വേണ്ടിയുള്ള ഡിസ്കഷൻ? ഇതിനു വേണ്ടി നമ്മളൊരു ഗുഡ്സോ സർവീസോ അതിന്റെ ആ പർച്ചേസ് അതിന്റെ ആ ട്രാൻസാക്ഷൻസ് ഫൈനലിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി ലക്ഷ്യമിട്ടുള്ള ഡിസ്കഷനെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയർ. അതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആ മൂന്ന് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ ഡാഷ്. എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? ഹ്യൂമൻ ബിഹേവിയർ. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. മൂന്ന് സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് അവിടെ കൃത്യമായിട്ട് രണ്ടെണ്ണം ഡെഫിനിഷൻ ചോദിക്കാം. ഡെഫിനിഷൻ എഴുതാനല്ല, ഡെഫിനിഷൻ തന്നിട്ട് എന്താണെന്ന് ചോദിക്കാം. പിന്നെ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ചർച്ചകള് അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആരുടെ? ഗുഡ് നെഗോഷിയേറ്റർ. നെഗോഷിയേറ്ററിന്റെ അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന്റെ നല്ലൊരു സ്വഭാവ സവിശേഷത. അപ്പൊ ആരാണ് നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞാൽ? ചർച്ചകൾ കണ്ടക്ട് ചെയ്യുന്ന ആള് അല്ലെ? എ പേഴ്സൺ ഹു കണ്ടക്ട് നെഗോഷിയേഷൻ. എ പേഴ്സൺ ഹു കണ്ടക്ട് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്ത വ്യക്തിയെ പറയുന്ന പേരെന്താണ്? നെഗോഷിയേറ്റർ. NEGOTIATOR. Negotiator. Okay, a person who conducts negotiation note ചെയ്തിട്ടത് is called a negotiator. അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും നോക്കിയേ കേട്ടോ.
നെഗോഷിയേറ്റർ എങ്ങനെയായിരിക്കണം? മസ്റ്റ് ഹാവ് എ ഗുഡ് നോളേജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. എന്താ? ആ പ്രത്യേക മെറ്റീരിയലിനെ കുറിച്ചുള്ള നല്ല നോളജ് ഉണ്ടാവണം. അല്ലെ? ഒരു ചർച്ചയില് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച്, ആ ഒരു മെറ്റീരിയലിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കണം. എങ്കിലല്ലേ നമുക്ക് അവിടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, ആ മെറ്റീരിയലിനെ സംബന്ധിച്ച് നല്ല അറിവ് ഉണ്ടായിരിക്കണം. അടുത്ത് നോക്കി, എഫിഷ്യൻസി കമ്മ്യൂണിക്കേഷൻ, കാര്യക്ഷമത. എഫിഷ്യൻസി എന്തില്? കമ്മ്യൂണിക്കേഷനിലെ കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി വേണം. കമ്മ്യൂണിക്കേഷനില് നല്ല കാര്യക്ഷമത വേണം, എഫിഷ്യൻസി. ഇനി ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ. ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളതിനെ എന്താണ്, എന്തെങ്കിലും ഈ ചർച്ചാ ഘട്ടത്തിലൊക്കെ ആണെങ്കിലും നമുക്കതിനെ എന്താ, നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഉടനെ റെസ്പോണ്ട് ചെയ്യണം. ഒഫൻസീവ് എന്ന് വെച്ചാൽ എന്താ? അതിന് അവര് പറയുന്ന കാര്യങ്ങൾ എതിർക്കേണ്ടതാണെങ്കിൽ നമ്മൾ അതിനെ എന്താ, വിമർശിക്കുകയൊക്കെ ചെയ്യണം. കോപാത്മകമായ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് കേട്ടോ. അല്ലെങ്കിൽ ആക്രമണാത്മകമായ, അവരെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ. ഓക്കെ, അതായത് ഒഫൻസ് ചെയ്യുന്നതായിരിക്കണം. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ. പ്രതിരോധാത്മകവുമായിരിക്കണം, പ്രതിരോധാത്മകവുമായിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ്, കോപാകുലമായിട്ടുള്ള സംസാരം, ആ ഒരു സ്റ്റൈൽ ആയിരിക്കണം കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ്. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ. പിന്നെ എന്താ? നല്ല ക്ലിയർ ആയിരിക്കണം, പറയുന്ന കാര്യങ്ങൾക്ക് നല്ല വ്യക്തത വേണം. പിന്നെ എന്താണ്? റാപ്പിഡ് തിങ്കർ, പെട്ടെന്ന് ചിന്തിക്കണം. അല്ലെ? ഒരു കാര്യം പറയുമ്പോൾ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പറയണ്ടേ? അരമണിക്കൂർ കഴിഞ്ഞ് ആലോചിച്ച് അങ്ങനെ പറഞ്ഞാൽ പോരാ. അല്ലേ? പെട്ടെന്ന് ചിന്തന ശേഷിയുള്ള, നല്ല പെട്ടെന്ന് ചിന്തിക്കുന്ന ആളായിരിക്കണം. എന്തെങ്കിലും ഒരു സംഭവം ആ ചർച്ചയിൽ വരുവാണെങ്കിൽ അതിനെ പെട്ടെന്ന് ചിന്തിച്ച് അതിന്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാകത്തിന് ആളായിരിക്കണം. റാപ്പിഡ് തിങ്കർ. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, നല്ല വ്യക്തിഗത കഴിവുകൾ വേണം. ഇന്റർപേഴ്സണൽ സ്കിൽ, നല്ല വ്യക്തിഗത കഴിവുകൾ വേണം. അടുത്തത് നോളജ് അബൌട്ട് ലോ ഓഫ് കോൺട്രാക്ട്, കോൺട്രാക്ടിംഗ് എഗ്രിമെന്റ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്. ഇതിനെ കുറിച്ച് പഠിച്ചു വേണം. കോൺട്രാക്റ്റുകള്, കോൺട്രാക്ടിംഗ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ്, ഇതിലൊക്കെ എന്താണ്, അതിനെ കുറിച്ച് ആ ഒരു മേഖലകളിലൊക്കെ ആളായിരിക്കണം. എന്താണ്? ലോജിക്കൽ തിങ്കർ, യുക്തിപരമായി ചിന്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ലോജിക്കൽ തിങ്കർ എന്താ? യുക്തിപരമായി ചിന്തിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ലോജിക്കൽ തിങ്കർ. ഗുഡ് ലിസണർ, എന്താ? നല്ല ശ്രോതാവായിരിക്കണം. അവര് പറയുന്നത് മാത്രം മതിയോ? മറ്റുള്ളവർ പറയുന്നത് കൂടി കേൾക്കാനുള്ള ഒരു ഇത് വേണം. നല്ല ശ്രോതാവായിരിക്കണം. അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും അതിനുശേഷം അതിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം. നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, അവര് പറയുന്നത് കൂടി കേൾക്കാനുള്ള ഒരു ഇത് വേണം. അടുത്തതാണ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ഒപ്റ്റിമിസ്റ്റിക് എന്താ? ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. എന്താ? നല്ല ശുഭാപ്തി വിശ്വാസം വേണം. എല്ലാം ശരിയാവും, ഓക്കെ ആവും. അല്ലെ? ചില ആളുകൾ എല്ലാം പോസിറ്റീവായിട്ട് അങ്ങനെയുള്ള ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. അടുത്ത നോക്കിയേ, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ വേണം. ഇത്രയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് നല്ലൊരു നെഗോഷിയേറ്ററിന് വേണ്ടത്. നല്ലൊരു നെഗോഷിയേറ്ററിന് അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റിംഗ് ടീമിന് വേണ്ട സവിശേഷതകള് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ ആവാത്തുണ്ടോ നോക്കിയേ.
ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? പോയിന്റ്സുകൾ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം, എല്ലാം പോസിറ്റീവായിട്ട്, ചില ആളുകൾ അങ്ങനെ ഇല്ലേ, എല്ലാം നല്ല എന്ത് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്ത് വന്നു കഴിഞ്ഞാലും അവർക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ട്, എല്ലാം ശരിയാകും എന്നുള്ളത്. ഒപ്റ്റിമിസ്റ്റിക് അല്ല, ശുഭാപ്തി വിശ്വാസം ഉള്ള ആളായിരിക്കണം. ജസ്റ്റ് നിങ്ങൾ ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ ഭാഗത്തിന് 1-2 പ്രാവശ്യം പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി? 6ാമത്തെ പോയിന്റ് ആണോ? 6. അതായത് നല്ലൊരു നോളജ് ഉണ്ടാവണം. എന്തിനെ കുറിച്ച്? ലോ ഓഫ് കോൺട്രാക്ട്, ആ കരാറുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളില്ലേ അത്. അതുപോലെ തന്നെ കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, ആ കരാറിൽ എത്തിച്ചേരുന്ന എഗ്രിമെന്റ്സുകളെ കുറിച്ച്, അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, കണക്കുകൾ, കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്സ്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച്, പ്രൈസിങ്, വില കാര്യങ്ങളെ കുറിച്ച്, ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു നല്ല ഒരു അറിവുള്ള ഒരു നെഗോഷിയേറ്റർ എങ്കിലല്ലേ ചർച്ചയില് നമുക്ക് അതിനകത്ത് കാര്യങ്ങൾ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മേഖലകളിലൊക്കെ നോളജ് ഉണ്ടായിരിക്കണം. ജസ്റ്റ് നിങ്ങൾ 1-2 പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവേണ്ടതാണ്. വെച്ചാൽ നല്ലൊരു നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, നല്ല ആ പർട്ടിക്കുലർ മെറ്റീരിയലുമായിട്ട് നല്ല നോളജ് വേണം, കമ്മ്യൂണിക്കേഷൻ എഫിഷ്യൻസി വേണം, സ്റ്റൈൽ ആയിരിക്കണം, ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം, നല്ല ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം, വ്യക്തിഗത കഴിവുകൾ വേണം, പിന്നെ നോളജ് അബൌട്ട് എന്തിനെ കുറിച്ച്, കോൺട്രാക്ട്, കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സ്, അക്കൗണ്ടിങ്, പ്രൈസിങ്, ഇതേ സംബന്ധിച്ചൊക്കെ നല്ല അറിവ് വേണം, നല്ല ലോജിക്കൽ തിങ്കർ ആയിരിക്കണം, അല്ലെ, വ്യക്തിപരമായി ചിന്തിക്കുന്ന ആളായിരിക്കണം, നല്ല ശ്രോതാവായിരിക്കണം, ഒപ്റ്റിമിസ്റ്റിക്, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധമുള്ള ആളായിരിക്കണം. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. എന്തൊക്കെയാണ് ഒരു നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ്? എന്തിനു വേണ്ടിയാണ്? ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പോയിന്റ്സ് തന്നെയാണ് തന്നേക്കുന്നത് കേട്ടോ. കൊടുത്തേക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് നോക്കിയേ. ടു സേഫ്ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ടു സേഫ്ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് നോക്കിയേ. ടു സീ ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഇൻ എ ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ. എന്താ? ഒരു ഓർഗനൈസേഷൻ പ്രതികൂലമായ അവസ്ഥയിലല്ല എന്ന് കാണാൻ. ഇറ്റ്സ് നോട്ട് ഇൻ എ ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രതികൂലമായ അവസ്ഥയിലല്ല എന്ന് കാണാൻ. ഓർഗനൈസേഷൻ ഒരു പ്രതികൂല അവസ്ഥയിലല്ല, നോട്ട് എന്നാ പറഞ്ഞേക്കട്ടെ, നോട്ട് ഇൻ എ ഡിസഡ്വാൻറ്റേജസ് പൊസിഷൻ. അടുത്തത് മൂന്നാമത്തെ എന്താ? ടു എൻഷുർ ദാറ്റ് ഓർഗനൈസേഷൻ ഗെറ്റ്സ് ഓൾ ബെനിഫിറ്റ്സ് which can easily and comparatively come to it in normal circumstances. സാധാരണ സാഹചര്യങ്ങളിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന കാര്യങ്ങളില്ലേ, ബെനിഫിറ്റ്സ്, അതൊക്കെ നമുക്ക് എന്താ, ഓർഗനൈസേഷൻ എല്ലാ ബെനിഫിറ്റ്സും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. സാധാരണ സാഹചര്യങ്ങളില് ഒരു സ്ഥാപനത്തിന് എളുപ്പത്തിലും അതുപോലെ താരതമ്യേന വേഗത്തിലും ലഭിക്കുന്ന ആ ബെനിഫിറ്റ്സ്, എല്ലാ ആനുകൂല്യങ്ങളും എന്താണ്, ആ സ്ഥാപനത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ. ഓർഗനൈസേഷൻ എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ. അടുത്തത് നാലാമത്തെ എന്താ? ടു സീ ദാറ്റ് ഡിസ്റ്റിങ് ഫ്യൂച്ചർ ഓഫ് എ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ബാർഗെയിൻ ഫോർ ദ പ്രസന്റ്. ഫ്യൂച്ചർ പ്രസന്റിന് ബാർഗെയിൻ ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ എന്താ? അതായത് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല നോക്കുന്നത്, ഫ്യൂച്ചറിലെ കാര്യം കൂടി നോക്കുന്നുണ്ട്, ഭാവിയിലെ കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട്. മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ഫ്യൂച്ചറിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. നോട്ട് ബാർഗെയിൻ ഫോർ ദ പ്രസന്റ്, ബാർഗെയിൻ ചെയ്യുന്നില്ല. അതായത് ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഫ്യൂച്ചറിലെ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ
അടുത്ത നോക്കിയേ, ensure that the terms and conditions are settled in apparent terms, nothing left to interpretation which may result in misunderstanding the bitterness. എന്താ ഇപ്പൊ നമ്മുടെ ensure that ഉറപ്പുവരുത്തുക. Ensure that terms and conditions are settled in apparent terms and terms. നമുക്ക് ഇപ്പൊ ഉള്ള വ്യവസ്ഥകളില്ലേ അതിനനുസരിച്ച് വ്യക്തമായ നിബന്ധനകളിൽ തീർപ്പാക്കിയിട്ടുണ്ട്. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വ്യക്തമായ ഒരു നിബന്ധനകളാൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ടു ഇന്റർപ്രിറ്റേഷൻ എന്നുവെച്ചാൽ ഒന്നിനും നമുക്കൊരു വേറൊരു ബുദ്ധിമുട്ടിനും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ലെഫ്റ്റ് ചെയ്യുന്നില്ല, അവശേഷിക്കുന്നില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓർ ബിറ്റർനെസ്, തെറ്റിദ്ധാരണയ്ക്കോ ഒരു കൈപ്പുളവാക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ബാക്കി വെക്കുന്നില്ല. ഒന്നും എന്താ ബാക്കി നിൽക്കുന്നില്ല. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും വ്യക്തമായ നിബന്ധനകളാൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ വേറെ പ്രശ്നങ്ങൾക്കുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാ പറഞ്ഞേക്കുന്നത്. നത്തിങ് ഈസ് ലെഫ്റ്റ് ടു ഇന്റർപ്രിറ്റേഷൻ വിച്ച് മേ റിസൾട്ട് ഇൻ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഓർ ബിറ്റർനെസ്. ഒരു കൈപ്പൊളിവാക്കുന്നതിനോ തെറ്റിദ്ധാരണ ഉറപ്പാക്കുന്ന കാര്യങ്ങളൊന്നും അതിലേക്ക് എത്തിച്ചേരുന്ന ഒന്നിനേക്കും അത് ബാക്കി വെക്കുന്നില്ല. അടുത്തത് 5ാമത്തെ പോയിന്റ്സ് ആണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങളാണ് കേട്ടോ. സ്ട്രാറ്റജീസ് രൂപപ്പെടുത്താൻ ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും ടാക്ടിക്സ് എന്ന് പറഞ്ഞാലും തന്ത്രങ്ങൾ തന്നെയാട്ടോ. പ്ലാൻ എന്നുള്ള ഒരു ഇതാ മീനിങ് വരുന്നത്. സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുകയും പ്ലാനുകള് tactics are the vital part of negotiation. നെഗോഷിയേഷന്റെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് formulating strategies and tactics. For strategy എന്നുള്ളതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്ത് നോക്കിയേ, a plan of action designed to achieve a long term aim. ദീർഘകാല ലക്ഷ്യം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള a plan of action ആണ് അല്ലെ. അതാണ് ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ആർ വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. ഓക്കെ, 5 പോയിന്റ്സ് ആയിട്ടാണ് ഒബ്ജക്റ്റീവ്സ് തന്നേക്കുന്നത്. 6 ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓർഗനൈസേഷന്റെ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ഓർഗനൈസേഷൻ ഒരു പ്രതികൂല അവസ്ഥയിലല്ല എന്ന് കാണാൻ, പിന്നെ എല്ലാ ബെനിഫിറ്റ്സും ഓർഗനൈസേഷൻ ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ, പിന്നെ നമ്മള് പ്രസന്റിൽ നമ്മള് മാത്രമല്ല നോക്കുന്നത്, അത് ഫ്യൂച്ചറിനെയും കൂടി നോക്കുന്നുണ്ട്. പിന്നെ എന്താണ്, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് ഫോർമുലേറ്റ് ചെയ്യുക, അതാണ് നെഗോഷിയേഷന്റെ വൈറ്റൽ പാർട്ട്, പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാകുക ചോദിക്കാറുണ്ട് കേട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ആരൊക്കെയാന്നൊക്കെ, പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു വ്യക്തി, പിന്നെ അതുപോലെ മോസ്റ്റ് പ്രോബബ്ലി അഡ്മിനിസ്ട്രേഷൻ ഓൾസോ, ഒരു പക്ഷേ അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടാം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരെല്ലാം, പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ഒരു പക്ഷേ ആരും കൂടി വരാം, അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടാം. അണ്ടർലൈൻ ചെയ്തേ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരെല്ലാം? ഓക്കെ ആണോ? ഈ ഒരു വലിയ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4-5 മാക്സിമം അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഓരോ ചാപ്റ്ററിൽ. എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
ഒരു ചാപ്റ്റർ പോലും വിട്ടുപോകില്ല. എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4 or 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 4 ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് നിങ്ങൾക്ക് വായിച്ചു വെച്ചേക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാര്? ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന്റെ പേജ് നമ്പർ എത്രയാ? 19. നല്ലൊരു നെഗോഷിയേറ്ററിന്റെ ടീമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ എന്താണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇപ്പൊ നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരെ ആരൊക്കെയെന്നാണ് നമ്മൾ പറഞ്ഞിട്ടോ. പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department, then and most probably administration also. ഒരു പക്ഷേ ആൾക്കൂടി വരാം അഡ്മിനിസ്ട്രേഷൻ. Then അടുത്ത് നോക്കിയേ പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ പ്രോസസ് ആ 3 പേരുകളും പഠിച്ചു വെക്കുക കേട്ടോ. 3 ഫേസ് ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കുക. പ്രീ നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്, മീറ്റിംഗ് ഫേസ് ഉണ്ട്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഉണ്ട്. നോക്കി വെച്ചേ. നെഗോഷിയേഷൻ പ്രോസസ്, ചർച്ചാ ഘട്ടം, ആ പ്രോസസ്സിനെ 3 ഫേസുകളാക്കിയാണ് തിരിച്ചേക്കുന്നത്. Process of negotiation include dash phase. It is under 3 phases. 3 ഫേസുകളുണ്ട്. ചർച്ചയ്ക്ക് മുന്നുള്ള ഘട്ടം അതാണ് പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുന്നത്. ചർച്ചയ്ക്ക് മുന്നേ വരുന്ന ഘട്ടം. അടുത്തതാണ് മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ് ഘട്ടം. അടുത്തതാണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം. അതിന് പറയുന്ന പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയുന്നത്. അതൊന്നാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് is also known as executive phase. ഇവിടെ ചോദിക്കാം, which of the following phase is known as executive phase? എന്നിട്ട് നമുക്ക് ഇങ്ങനെ തരും. പ്രീ നെഗോഷിയേഷൻ ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്. None of the above. അങ്ങനെ ചോദിക്കാം. അപ്പൊ പ്രീ നെഗോഷിയേഷൻ ഫേസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എക്സിക്യൂട്ടീവ് ഫേസ്. 3 ഫേസുകളുടെ പേര് പഠിച്ചു വെക്കുക. അതിൽ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് എക്സിക്യൂട്ടീവ് ഫേസ്. അതും കൂടി പഠിച്ചു വെക്കുക. ഇനി നോക്കിയേ, 5 steps ഓഫ് പ്രീ നെഗോഷിയേഷൻ ഫേസിനെ വീണ്ടും 5 സ്റ്റെപ്പുകളാക്കിയാണ് തിരിച്ചേക്കുന്നത്. പേരുകൾ മാത്രമൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഒന്നാമത് നോക്കിയേ, കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. ഇപ്പൊ ചർച്ചയ്ക്ക് മുന്നുള്ള ഘട്ടമാണ്, ഒരു നെഗോഷിയേഷന് മുന്നുള്ള ഘട്ടമാണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്, എന്തൊക്കെയാണ് അതിന് വരുന്ന 5 സ്റ്റെപ്പുകൾ, അതിന്റെ ഉള്ളിൽ വരുന്ന 5 സ്റ്റെപ്പുകൾ. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ. രണ്ടാമത്തെയാണ് അനാലിസിസ്. അതെന്താ? അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. വിശകലനം കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ. മറ്റ് ടെൻഡറുകൾക്കുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു വിശകലനം, അനാലിസിസ്. ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. അതിന്റെ ലക്ഷ്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. ഹൗ മച്ച് വി ക്യാൻ ഗോ. നമുക്ക് എത്രമാത്രം ഇതിൽ കൂടെ പോകാൻ പറ്റും, ആ ടെൻഡറിൽ കൂടെ നമുക്ക് എത്രമാത്രം പോകാൻ പറ്റും, അതാണ് 3ാമത്തത്. 5ാമത്തെയാണ് ഇത് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. ഇനി തന്ത്രങ്ങള് രൂപപ്പെടുത്തുന്നു. 5ാമത്തെ പ്രിലിമിനറി ടാക്ടിക്സ്. പ്രാഥമിക തന്ത്രങ്ങൾ. പ്രിലിമിനറി ടാക്ടിക്സ്, പ്രാഥമിക തന്ത്രങ്ങൾ. അപ്പോ ഈ പ്രീ നെഗോഷിയേഷൻ ഫേസിന്റെ ഉള്ളിൽ വരുന്ന 5 സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കിയത്. പേരുകൾ നോക്കി വെക്കാം. മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ, അതിന്റെ അനാലിസിസ് വിശകലനം ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു, സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുന്നു, പ്രാഥമിക തന്ത്രങ്ങൾ, പ്രിലിമിനറി ടാക്ടിക്സ്. ഇനി 2ാമത്തെയാണ് മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ മീറ്റിംഗിൽ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. Will not be completed in one meeting. ഒറ്റ
ഒറ്റ മീറ്റിംഗിൽ കംപ്ലീറ്റ് ചെയ്യുന്നില്ല മീറ്റിംഗ് ഫേസ്. അതിനെ 3 ഫേസുകളാക്കി വീണ്ടും തിരിച്ചിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. മീറ്റിംഗ് ഫേസിനെ നമ്മൾ 3 ഫേസുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാതൊക്കെ? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. മീറ്റിംഗ് ഫേസുകളെ നമുക്ക് 3ആയിട്ട് ഒറ്റ മീറ്റിംഗ് തീരില്ല. അതിനെ വീണ്ടും 3 ഫേസുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാതൊക്കെ? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് വെച്ചാൽ പര്യവേഷണ യോഗം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, പര്യവേഷണ യോഗം. അവിടെ എന്താ? 2 parties introduce themselves and information analyzed. 2 പാർട്ടികള് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ ആ ഇൻഫർമേഷൻ വിവരങ്ങള് വിശകലനം ചെയ്യുന്നു. ക്ലിയർ ആണോ? 2 പാർട്ടികള് പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ വിവരങ്ങള് അനലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെയാണ് ഡിസ്കഷൻ മീറ്റിംഗ്. അതെന്തായിരിക്കും? ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യും, പ്രശ്നങ്ങള് എന്ത് ചെയ്യുന്നു? ഡിസ്കസ് ചെയ്യുന്നു. മൂന്നാമത്തെയാണ് എഗ്രിമെന്റ് മീറ്റിംഗ്. അവിടെ എന്താ പറ്റുന്നത്? എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരും. എഗ്രിമെന്റ് റീച്ച് അറ്റ് ദ കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ദ ബോത്ത് ദ പാർട്ടീസ്. 2 കക്ഷികളും എന്ത് ചെയ്യുന്നു? ആ എഗ്രിമെന്റിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് മീറ്റിംഗ് ഫേസിൽ നടക്കുന്ന കാര്യങ്ങള്. മനസ്സിലായോ? 3 കാര്യങ്ങളെ പേരുകൾ പഠിച്ചോ? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് ഉണ്ട്, ഡിസ്കഷൻ മീറ്റിംഗ് ഉണ്ട്, എഗ്രിമെന്റ് മീറ്റിംഗ് ഉണ്ട്. എക്സ്പ്ലോറേറ്ററിൽ എന്താ? 2 പാർട്ടികൾ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ? എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. ഡിസ്കഷൻ മീറ്റിംഗിൽ എന്താണ്? രണ്ടാമത്തേത് അവിടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തേൽ എന്താണ്? എഗ്രിമെന്റ് മീറ്റിംഗ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുകയാണ്. 2 കക്ഷികളും പരസ്പരം എന്ത് ചെയ്യുന്നു? സൈൻ ചെയ്തിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരും. ഇനി പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്, അത് നോട്ട് ചെയ്യട്ടോ. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഈസ് ഓൾസോ നോൺ ആസ് എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു? എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. എഗ്രിമെന്റ് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് വീണ്ടും സ്റ്റെപ്സുകൾ ഉണ്ട്. ഈ സബ് ഒക്കെ വന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കേട്ടോ. മെയിൻ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വെക്കാം. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. അതിന് വരുന്ന സ്റ്റെപ്പ് നോക്കിയേ. ഫസ്റ്റത്തെ എന്താ? എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ചർച്ചകളൊക്കെ നടന്നിട്ട് എഗ്രിമെന്റിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഒരു എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. ഓക്കെ. സ്റ്റെപ്പ് 1 ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ കൊടുക്കും. To place the purchase order. അടുത്ത നോക്കിയേ, ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സസ്. ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിനെ പരിശോധിക്കുന്നു. അതിന്റെ സോഴ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അത് ആ മെറ്റീരിയൽസിന്റെ സോഴ്സ്, അതിനെ കുറിച്ചുള്ള പരിശോധന. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർ. ആ പർട്ടിക്കുലർ ഐറ്റം നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോറിൽ നമ്മളത് റിസീവ് ചെയ്യുന്നു. To receive a particular item in our stores. നമ്മുടെ സ്റ്റോഴ്സിൽ ആ ഐറ്റം റിസീവ് ചെയ്യുന്നു. ഇനി എന്താണ് അടുത്തത്? ഇൻസ്പെക്ഷൻ പ്രിമിസസ്. നമ്മുടെ സമീപത്തെ പരിശോധന നടത്തുന്നു. എന്ന് വെച്ചാൽ ആ മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധന. അതാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസസ്. മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധന. വെറുതെ എടുത്ത് സ്റ്റോർ റൂമിലേക്ക് എടുത്ത് വെക്കല്ല. എന്ത് ചെയ്യുന്നു? ഇൻസ്പെക്ട് ചെയ്യും, പരിശോധിക്കും. നമ്മൾ കൊടുത്ത അത്രയും ക്വാളിറ്റിയിലൊക്കെയാണ് ആ മെറ്റീരിയൽസ് എത്തിയിരിക്കുന്നത്. അല്ലെ? ആ മെറ്റീരിയൽസ് റിസീവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഇൻസ്പെക്ട് ചെയ്യും, അത് പരിശോധിക്കും. അന്നത്തെ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കുറവുള്ളതോ അങ്ങനെയൊക്കെ, അതിന്റെ ക്വാണ്ടിറ്റി അത്ര ഇല്ലെങ്കിലോ അതൊക്കെ റിജക്ട് ചെയ്യുക ചെയ്യുന്നത്. ഇനി അടുത്തതാണ് റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ. സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് റെക്കോർഡ് ചെയ്യും. അപ്പൊ എത്ര ഐറ്റം നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്, അല്ലെ? അത് റെക്കോർഡ് സ്റ്റോക്ക് രജിസ്റ്ററിൽ അത് റെക്കോർഡ് ചെയ്യും. അടുത്തത് എന്താ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓഫ് സ്റ്റോറേജ്. ഇൻസ്റ്റോൾ ചെയ്യുന്നു. ഉണ്ടോ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ബ്രാക്കറ്റ് കൊടുത്തേണ്ട്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സ്ഥിര ആസ്തിയാണ്, അല്ലെ? പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അത് ഇൻസ്റ്റോൾ ചെയ്യുന്നു, സ്റ്റോറേജ്, അടുത്തത് പേയ്മെന്റ് നടത്തുന്നു. അത്രയാണ് അതിന്റെ സബ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് നമ്മൾ ഓർഡർ ആയിട്ട് തന്നെ നമ്മളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓർഡർ കൊടുക്കും,
ഇൻസ്പെക്ഷൻ നടത്തും, പർട്ടിക്കുലർ ഐറ്റം റിസീവ് ചെയ്യും, റിസീവ് ചെയ്തതിനു ശേഷം വീണ്ടും ഇൻസ്പെക്ഷൻ നടത്തും. അത് ഒന്നില്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് നമ്മൾ കറക്റ്റ് ഒക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് തിരിച്ച് റിജക്ട് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്തതോ റിജക്ട് ചെയ്തതൊക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോക്കില് നമ്മൾ അത് റെക്കോർഡ് ചെയ്യും, അതിന് ഇൻസ്റ്റാൾ ചെയ്യും, ലാസ്റ്റ് പേയ്മെന്റും നടത്തും. ഓക്കെ, രണ്ടോ പ്രാവശ്യം വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ അല്ലേ? മെയിൻ ആയിട്ട് നമ്മൾ 3 പ്രോസസ് ഓഫ് നെഗോഷിയേഷന് 3 ഫേസിലാണ് നടക്കുന്നത്. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. അതിന്റെ ഓരോന്നിന്റെ സബ് ഉണ്ട്. ആ 3 മെയിൻ ഫേസ് 3 അതിന്റെ ഓരോന്നിന്റെ സബ് ഉണ്ട്. അതിലൂടെ നോക്കുക. മീറ്റിംഗ് ഫേസിന്റെ 3 സബും നോട്ട് ചെയ്തിട്ടേക്കാം. എക്സ്പ്ലോറേറ്ററി, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഒരു ബോക്സിന്ന്, ആ ഒരു പേജിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളതാണ് അല്ലെ? അപ്പൊ അതിനെയൊക്കെ വെച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പർച്ചേസിങ് ഫീച്ചറാണ്. എങ്ങനെയാണ് ഒരു മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്ന രീതിക്കല്ല. അവിടെ ഒരു എന്താ പറയാ, ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ ഉണ്ട്. ഒന്നാമത്തെയാണ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കും. ഇന്ന സാധനം വേണമെന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ ഒരു ഈസ് ഒന്ന് ചേർത്തോ കേട്ടോ. അപ്പോഴാണ് ആ സെന്റൻസ് കറക്റ്റ് ആവുള്ളൂ. പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം, എവിടെ നിന്നാണ് റിസീവ് ചെയ്യുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കും, ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന റേഡിയോളജിയുടെ ഒരു സ്കാനർ വേണം. യൂസർ ഡിപ്പാർട്ട്മെന്റ് ആരാ? ആ സ്കാനർ ഉപയോഗിക്കുന്നത് ആരാ? അല്ലെങ്കിൽ ഒരു എക്സ്റേ മെഷീൻ വേണം, MRI മെഷീൻ വേണം അല്ലേ? അതിപ്പോ ഏതെങ്കിലും എക്സ്റേ മെഷീൻ വേണമെന്ന് വിചാരിക്കാം. അത് ഉപയോഗിക്കുന്നത് ആരാ? യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇവിടെ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റേഡിയോളജി ഇല്ലേ? ആ ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അവിടേക്കാണ് ഒരു ഏതാണ് എക്സ്റേ മെഷീൻ വേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? ഈ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഈ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ഒരു എക്സ്റേ മെഷീൻ വേണം. ഇതൊരു മെറ്റീരിയൽ ആണ്. അത് വേണമെന്ന് പറഞ്ഞ റിക്വസ്റ്റ് ആർക്കാ കൊടുക്കുന്നേ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഹോസ്പിറ്റലിന്റെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പർച്ചേസിംഗിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് റിക്വസിഷൻ കൊടുക്കും. ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. അത് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആര് റിക്വസിഷൻ കൊടുക്കുന്ന ആരാണ്? പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നത് ആരാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആർക്ക് കൊടുക്കും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. പർച്ചേസ് റിക്വസിഷൻ ഈസ് റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതാണ് ഏത്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്നോടെ പറയണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. പർച്ചേസ് റിക്വസിഷൻ അല്ലെ? പർച്ചേസ് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. അല്ല നമുക്ക് ഓടിപ്പോയി ആ ഡിപ്പാർട്ട്മെന്റിന് മേടിക്കാൻ പാടില്ല. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, റേഡിയോളജി അല്ലേ? വേണ്ട, CSST ഡിപ്പാർട്ട്മെന്റ്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അവിടേക്ക് ഒരു ഓട്ടോക്ലേവ് വേണം. ഏതാണ് ആ മെറ്റീരിയൽ? ഓട്ടോക്ലേവ്. ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. അത് യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, ആ മെറ്റീരിയൽ യൂസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഏതാണ്? CSST ആണ്. CSST നിന്ന് ഒരു ഏതാണ്? നമുക്കൊരു ഓട്ടോക്ലേവ് വേണം എന്ന് പറഞ്ഞിട്ട് ആർക്ക് കൊടുക്കും? റിക്വസ്റ്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ക്ലിയർ ആണോ? അല്ലാതെ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ഓടിപ്പോയി മേടിക്കാൻ പറ്റൂല. അവരാർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നത്?
പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റില്, ഹോസ്പിറ്റലിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടേക്ക് റിക്വസ്റ്റ് കൊടുക്കും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് CSST-യിലേക്ക് ഒരു ഓട്ടോക്ലേവ് വേണം. ക്വാണ്ടിറ്റി എഴുതി വിടുകയാണ് നമ്മള്. ഇത്ര എണ്ണം, 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം, ഒരെണ്ണം വേണമെങ്കിൽ ഒരു റിക്വസ്റ്റ് എഴുതി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അതാണ് ആ സെന്റൻസ് ഒന്ന് കറക്റ്റ് പറഞ്ഞേ. പർച്ചേസ് റിക്വസിഷൻ ഈസ് ഒന്ന് ചേർത്തേക്ക് അവിടെ. ഈസ് റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ഉപയോഗിക്കുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റ് അവര് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്വസ്റ്റ് അങ്ങ് കൊടുക്കും. ഇനി അത് എന്ന് നോക്കി ആ റിക്വസ്റ്റിൽ എന്തൊക്കെയാ ഉണ്ടാകുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ. മെറ്റീരിയലിലേക്ക് ക്വാണ്ടിറ്റി പറയണ്ടേ? 2 എണ്ണം വേണമെങ്കിൽ 2 എണ്ണം, ഒരെണ്ണം വേണമെങ്കിൽ ഒരെണ്ണം, 5 എണ്ണം വേണമെങ്കിൽ 5 എണ്ണം. ക്വാണ്ടിറ്റി പറയും. സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ ആണ് സ്പെസിഫൈ പറയണം അല്ലെ? ഓട്ടോക്ലേവ്, ഓട്ടോക്ലേവ് ആണോ വേണ്ടത്? അതാണ് ഈ ഓട്ടോക്ലേവ്. സ്പെസിഫിക്കേഷൻ പറയും, അല്ലെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ അവര് വാങ്ങണേ അല്ലെ? സ്പെസിഫിക്കേഷൻ പറയും. മെറ്റീരിയൽസ് ഏതാണ്, അതിന്റെ നിർദ്ദേശങ്ങള്. ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്. അത് റിസീവ് ചെയ്യുന്ന ആ ഡേറ്റ്, ഐറ്റം റിസീവ് ചെയ്യുന്ന എന്നത്തേക്കാണ് നമുക്ക് വേണ്ടത്, ഐറ്റം ലഭിക്കേണ്ട തീയതി, ഇന്ന ദിവസത്തേക്ക് 15-ാം തീയതിയിലേക്ക് ഞങ്ങൾക്ക് ഇത് വേണം. കണ്ടോ? ആ ഡേറ്റും കൂടി ഉൾപ്പെടുന്ന ഒരു റിക്വസിഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാട്ടോ. പർച്ചേസ് റിക്വസിഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു റിക്വസ്റ്റ് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആർക്ക് കൊടുക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ക്ലിയർ ആണോ? ഇപ്പോ അതിനകത്ത് നമ്മൾ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു. പിന്നെ പർച്ചേസ് റിക്വസിഷൻ കൺസിസ്റ്റ് ഓഫ്, അങ്ങനെ ചോദിക്കാം. 2 സെന്റൻസ് നോട്ട് ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് ദി മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് ദി മെറ്റീരിയൽ, ഡേറ്റ്. ആ 3 കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഇനി രണ്ടാമത് നോക്കിയ പർച്ചേസ് എൻക്വയറി നടത്തുകയാണ്. പർച്ചേസ് എൻക്വയറി അന്വേഷണം നടത്താണ്. ആരാ നോക്കിയ? ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. ഇനി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഈ മെറ്റീരിയൽസ് കൊണ്ടുതരുന്ന സപ്ലയർമാരില്ലേ, സപ്ലയർമാരിലേക്ക് ഒരു അന്വേഷണം നടത്തും. ഏതൊക്കെ സപ്ലയേഴ്സിൽ നിന്നാണ് നമുക്ക് വാങ്ങാൻ പറ്റുക? അല്ല, പർച്ചേസ് എൻക്വയറി ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ ഡാഷ്. ആരിലേക്കാണ് എൻക്വയറി നടത്തുന്നത്? സപ്ലയറിലേക്ക് എൻക്വയറി നടത്തും. ഓക്കെ, ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആർക്കാണ് അന്വേഷണം നടത്തുന്നത്? സപ്ലയറിനെയാണ് അന്വേഷിക്കുന്നത്. അത് നമുക്ക് തരുന്ന സപ്ലയർ വരെ അന്വേഷിക്കും. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. പർച്ചേസ് എൻക്വയറി ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ ഡാഷ്, അതിലേക്ക് സപ്ലയറിലേക്ക് അന്വേഷണം. അതൊക്കെയാണ് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പർച്ചേസ് എൻക്വയറിയിൽ എന്തൊക്കെയാ വരുന്നത് നോക്കിയേ? ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. പർച്ചേസ് എൻക്വയറി കൺസിസ്റ്റ് ഓഫ് ലീഡ് ടൈം നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? ഓർഡർ ചെയ്തത് മുതൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് വരെ എടുക്കുന്ന ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് എത്ര സമയത്തിന് നമുക്ക് കിട്ടും? 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ എത്ര സമയം? ക്വാണ്ടിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, എണ്ണം, സ്പെസിഫിക്കേഷൻ എന്നിവയെ സംബന്ധിക്കുന്ന ഒരു പർച്ചേസ് എൻക്വയറി നടത്തും. ആര്? ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ ഒരു എൻക്വയറി നടത്തും. ഇനി മൂന്നാമത്തെ നോക്കി, കൊട്ടേഷൻ കൊടുക്കും. നമ്മൾ ഓർഡർ ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ്. കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ്, തിരിച്ച്. ഇനി കൊട്ടേഷൻസ്, കുറെ സപ്ലയർമാരില്ലേ, ഞങ്ങള് ഇത്ര രൂപയ്ക്ക് തരാം, ഇത്രയും മെറ്റീരിയൽസ് ഇത്ര രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ് തിരിച്ച് ആർക്ക്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കും. പല സപ്ലയർമാര് കൊട്ടേഷൻസ് കൊടുക്കും. കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? കൊട്ടേഷൻസ് കൊടുക്കും. കൊട്ടേഷൻസ് ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, അതും അണ്ടർലൈൻ ചെയ്തിടുക. ഇൻക്ലൂഡ് എന്തൊക്കെയാ? പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ, ക്വാണ്ടിറ്റി അല്ലെ? ഇത്ര രൂപയ്ക്ക് തരാം. നമ്മൾ വലിയ വലിയ ഇതൊക്കെ നമ്മള് വാങ്ങാൻ നേരത്തെ ഇതുകൊണ്ട് തന്നെ കൊട്ടേഷൻസ് നമ്മൾ വെക്കൂലേ അല്ലെ? കൊട്ടേഷൻസ് കൊടുക്കൂലേ? അപ്പൊ സപ്ലയർമാർ ഇത്ര രൂപയ്ക്ക് തരാമെന്നും പറഞ്ഞുകൊണ്ട് അവര് തിരിച്ച് കൊട്ടേഷൻ വെക്കൂലേ? കൊട്ടേഷൻസ് വെക്കൂലേ? ഇപ്പൊ നമ്മളൊരു വീട് പണിയാണ്, കോൺട്രാക്ടർമാരിലേക്ക് നമ്മൾ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ പല കോൺട്രാക്ടർമാരും ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ എല്ലാ വർക്കും ചെയ്തു തരാം, ഒരാളൊരു കൊട്ടേഷൻ തന്നു. വേറെ സപ്ലയർ ഇതുപോലെ തന്നെ ഞങ്ങൾ 45 ലക്ഷം രൂപയ്ക്ക് പണിത് തരാം.
വേണമെങ്കിൽ പറയും 52 ലക്ഷം രൂപയ്ക്ക് മരുന്ന് തരാം എന്ന് പറഞ്ഞ സപ്ലയർമാർ തിരിച്ച് കൊട്ടേഷൻസ് വെക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ളത് അതിന് ഏറ്റവും ബെറ്റർ അല്ലേ നമ്മൾ എടുക്കുള്ളൂ അല്ലെ? പൈസ കുറവിന് ആരാണോ ചെയ്തു തരുന്നത്, നല്ല രീതിയിൽ ആരാ ചെയ്തു തരുന്നത്. അപ്പൊ സപ്ലയർമാര് തിരിച്ചെന്ത് ചെയ്യുന്നു, കുറച്ച് കൊട്ടേഷൻസ് പറയുക ചെയ്യുന്നത്. കണ്ടോ, അതാണ് കൊട്ടേഷൻ ഫ്രം സപ്ലയർ ഡിപ്പാർട്ട്മെന്റ്. തിരിച്ചു വരുവാണ് സപ്ലയർ കൊട്ടേഷൻസ് എങ്ങോട്ട് കൊടുക്കും, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. ഇത്ര രൂപയ്ക്ക് ഇത്രയും ഇപ്പൊ 100 ഒരു എന്താ ഒരു 5 ഇപ്പൊ റേഡിയോളജിയിലേക്ക് ആണെങ്കിൽ 5 MRI സ്കാനർ, 2 പിന്നെ അതുപോലെ തന്നെ എന്താണ് CT സ്കാനർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ വേണ്ട മെറ്റീരിയൽസ് ഇത്ര എണ്ണം വീതം ഇത്ര രൂപയ്ക്ക് തരാം, പ്രൈസ് വരുന്നുണ്ട്, അത്ര രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ് സപ്ലയർമാര് തിരിച്ച് കൊട്ടേഷൻ കൊടുക്കും. മനസ്സിലാവല്ലേ നിങ്ങൾക്ക് പറയണത്? സപ്ലയർമാര് ഇത്ര രൂപയ്ക്ക് തരാന്ന് പറഞ്ഞ് തിരിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കും. ഇനി അന്നേരം എന്ത് ചെയ്യും, ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, പല പല കൊട്ടേഷൻസ് കിട്ടൂലേ നമുക്ക്, അവരെന്ത് ചെയ്യും എന്നറിയോ, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പല കൊട്ടേഷൻസ് കമ്പയർ ചെയ്യും. 5 സപ്ലയർമാര് നമുക്ക് ഇത്ര രൂപയ്ക്ക് ഈ ഐറ്റംസ് തരാന്നും പറഞ്ഞുകൊണ്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ കൊട്ടേഷൻ തരിക, ഇത്ര രൂപയ്ക്ക് മെറ്റീരിയൽസ് എത്തിച്ചു തരാന്ന്. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഡി നോക്കിയേ, അത് കമ്പയർ ചെയ്യും. കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻ, പല പല കൊട്ടേഷൻസ് കമ്പയർ ചെയ്യും. എന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് വെച്ച് എന്ത് ചെയ്യും, നമ്മൾ ഓർഡർ കൊടുക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നേ അല്ലേ? ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ച് നമ്മൾ കമ്പയർ ചെയ്യും. പല സപ്ലയർമാര് തന്ന പല കൊട്ടേഷൻസ് കമ്പയർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പർച്ചേസ് ഓർഡർ കൊടുക്കും. അതിലൊരു സപ്ലയർക്ക് നമ്മൾ ഓർഡർ കൊടുക്കും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കറക്റ്റ് ആയിട്ട് പോന്നോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണത് കറക്റ്റ് ആക്കി വെക്കണം കേട്ടോ. സംഭവം വന്നില്ലല്ലോ ആർക്കിടയിൽ, ഇല്ലേ? രാവിലെ തന്നെ ഓക്കെയാണ്, ഓക്കെയാണല്ലേ? അപ്പൊ നമ്മള് ഈ സപ്ലയർമാര് പല പല കൊട്ടേഷൻസ് തരുമ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, എല്ലാവരെയും ഇത് വാങ്ങാൻ പറ്റുമല്ലോ, അവരെന്ത് ചെയ്യും, ആ കൊട്ടേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യും. അതിൽ ഏറ്റവും ബെറ്റർ ആരാണ്, ഇപ്പൊ നമ്മളിവിടെ അലീന തന്നു, ബ്ലസ്സി തന്നു, റെനു തന്നു, ആൽഫി തന്നു, അതില് നിങ്ങളെല്ലാവരും ഇത്ര രൂപയ്ക്ക് സാധനം തരാന്ന് പറഞ്ഞ് ഞാൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഇങ്ങനെ നിങ്ങൾ സപ്ലയർമാരും, അപ്പൊ സപ്ലയർ എനിക്ക് കൊട്ടേഷൻസ് തരും. അപ്പൊ ഞാൻ ഓരോരുത്തരും തന്നേക്കുന്ന കൊട്ടേഷൻസ് ഞാൻ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രൈസും ഇത്രയും മെറ്റീരിയൽ ഇത്ര രൂപ ഓരോരുത്തർ പറഞ്ഞതിന്, ഇപ്പൊ ആൽഫിയാണ് അതിൽ കുറച്ച് പൈസക്ക് എനിക്ക് തരാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ആൽഫിക്ക് ഞാൻ എന്ത് ചെയ്യും, ഓർഡർ കൊടുക്കും, പർച്ചേസ് ഓർഡർ കൊടുക്കും. മനസ്സിലായോ? പർച്ചേസ് ഓർഡർ ഞാൻ ഏറ്റവും നല്ല കൊട്ടേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യും, പല കൊട്ടേഷൻസിനെ കമ്പയർ ചെയ്യുന്നത്. പല ആളുകളുടെ സപ്ലയർമാരെ നോക്കിയിട്ട് എന്ത് ചെയ്യും, എനിക്ക് ഏറ്റവും ആപ്റ്റ് ഏതാണ്, എനിക്ക് പൈസ കുറവിന് കിട്ടുന്നത് ഏതാന്നൊക്കെ നോക്കി നല്ലത് നോക്കി ഞാൻ ആ കൊട്ടേഷൻ, ഇപ്പൊ ആൽഫിയാണ് എനിക്ക് കുറച്ച് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ആൽഫിക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കും. ഇനി പർച്ചേസ് ഓർഡർ എന്താ നോക്കിയേ, ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. അൺഫൈൻ ചെയ്തിട്ടെ, ഒരു നിയമപരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ആരൊക്കെ തമ്മില്, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും ഞാനും ആരോഗ്യം തമ്മിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ്, അതാണ് പർച്ചേസ് ഓർഡർ. അണ്ടർലൈൻ ചെയ്തിട്ടോ, ചോദിക്കാറുണ്ട്. ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സപ്ലയർ എന്തെന്ന് പറയും, പർച്ചേസ് ഓർഡർ കൊടുക്കും അല്ലേ? പർച്ചേസ് ഓർഡർ. The purchase order is a document created by the buyer. ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? Who create the purchase order? ആരാണ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുക? ബയ്യർ, വാങ്ങുന്ന ആള് അല്ലേ? ഞാനും ആദ്യം തമ്മിലുള്ള എന്താണ് ആ ഡോക്യുമെന്റ് ആണ്. ഞാനാണ് ഓർഡർ കൊടുക്കുന്ന ബയ്യർ, എനിക്കാണ് വേണ്ടത് അല്ലെ? എനിക്കല്ലേ സാധനം വേണ്ടത്. ഞാൻ എന്ത് ചെയ്യും,
അവിടെ പർച്ചേസ് ഓർഡർ കൊടുക്കും. ഇത്ര സാധനങ്ങൾ എനിക്ക് ഇന്ന ദിവസത്തേക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ ഓർഡർ അവിടെ കൊടുക്കുകയാണ്. ദ പർച്ചേസ് ഓർഡർ ഈസ് എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ്. ആരാണ് ക്രിയേറ്റ് ചെയ്യുന്ന? ബയ്യർ. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹു ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ? ആരാണ്? ബയ്യർ. And serves the purpose of ordering material, ordering goods from the supplier. Supplier നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ആ ഉദ്ദേശം നിറവേറ്റുന്ന ഒരു ഓർഡർ ആണ് അല്ലേ? ഈ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം നിറവേറ്റുന്നു. അതാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഞാന് ഒരു ഓർഡർ, ബയ്യർ ഞാനാണ് വാങ്ങുന്നത്, എനിക്കാണ് വേണ്ടത്. ഞാന് ആൻസിക്ക് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഓർഡർ അണ്ടർലൈൻ ചെയ്തിട്ട് 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യും. ലീഗൽ ഡോക്യുമെന്റ് ആണ്. പിന്നെ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്ന ബയ്യർ ആണ്. പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഓരോ പർച്ചേസ് ഓർഡറിലും എന്തൊക്കെ ഉണ്ടാവും നോക്കിയേ? കറക്റ്റ് ഡേറ്റ് ഉണ്ടാകും. നെയിം ആൻഡ് അഡ്രസ്സസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പേര്, ഹോസ്പിറ്റലിന്റെ അഡ്രസ്. ഞാനല്ലേ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ പേര്, അഡ്രസ്. ആൻഡ് സപ്ലൈസ്, എന്തൊക്കെ സപ്ലൈകളാണ്? ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ. പ്രൈസ് ഓഫ് ദ ഐറ്റം, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻ, ക്യാഷ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ, മോഡ് ഓഫ് പേയ്മെന്റ്, എങ്ങനെയാണ് ഇനി പേയ്മെന്റ്, ക്യാഷ്, ചെക്ക്, ഇത്. ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ, ആ ഹോസ്പിറ്റലിന്റെ അതിന് അംഗീകാരപ്പെട്ട അനുമതിയുള്ള പേഴ്സൺ, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉൾപ്പെടെ ഓർഡർ കൊടുക്കും. ഈ പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ ഓരോന്നും. എന്തൊക്കെയാ വേണ്ടേ നോക്കാം. 3 സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടാ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. അണ്ടർലൈൻ ചെയ്തില്ലേ? ഒരു ബയ്യറും സപ്ലയറും തമ്മിലുള്ള ലീഗൽ ഡോക്യുമെന്റ്. പർച്ചേസ് ഓർഡർ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബയ്യർ, വാങ്ങുന്ന ആള്. ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പർച്ചേസ് ഓർഡർ. ഇനി ആ പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? 3 കാര്യങ്ങൾ കിട്ടിയ പാരഗ്രാഫിൽ നിന്ന് ഒന്ന് നോക്കി വെക്കാട്ടോ. കറക്റ്റ് ഡേറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ, സപ്ലൈകള്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗുഡ്സ്, പ്രൈസ് ഓഫ് ദ ഐറ്റം, ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മോഡ് ഓഫ് പേയ്മെന്റ്, സിഗ്നേച്ചർ ആരുടെ? ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ, അതിന് അനുമതിയുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഉൾപ്പെടെയുള്ള ഒരു പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ ഇതിനൊക്കെ ഉൾപ്പെടുന്നു. നോക്കി വെക്കാം. ഇനി ലാസ്റ്റ് എന്താണ്? ഇൻവോയ്സ് ഓർ ബിൽ. ബില്ല് തരും അല്ലേ? ഇൻവോയ്സ് ഓർ ബിൽ. ദ ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. ആരാണ് ബില്ല് എന്നാണ്? സപ്ലയർ അല്ലേ? അല്ലേ? നിങ്ങള് ഈ ഓൺലൈനായിട്ട് അല്ലെ ഓരോ സാധനങ്ങള് വാങ്ങാറില്ലേ? ഓൺലൈനായിട്ട് ബില്ല് വരുമ്പോഴല്ലേ നമ്മൾ പേയ്മെന്റ് അടയ്ക്കുന്നേ അല്ലേ? The invoice is created by the supplier. നമ്മളൊരു സാധനം വാങ്ങുന്നു, നമുക്ക് ബില്ല് വേണം. നമ്മൾ കടയിൽ പോയി ഒരു സാധനം നമ്മൾ വാങ്ങി, എന്താ നമുക്ക് ബില്ല് കിട്ടിയാലേ നമ്മൾ കൊടുക്കുള്ളൂ. പൈസ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക. നമുക്ക് കറക്റ്റ് ബില്ല് തന്നെ. ബില്ലാതെ തരുന്നേ? ഇൻവോയ്സ് എന്ന് പറഞ്ഞ ബില്ല് തന്നെയാണ് കേട്ടോ. ഇതിനേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ ഉണ്ടാവും. അത്രേ ഉള്ളൂ. The invoice is created by the supplier. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. അത് രണ്ടും ചോദിക്കൂട്ടോ, മാറിപ്പോരുത്. പർച്ചേസ് ഓർഡർ ഈസ് ക്രിയേറ്റഡ് ബൈ ബയ്യർ. വാങ്ങുന്ന ആളാണ് ഓർഡർ കൊടുക്കുന്നത്. ബില്ല് തരുന്നത് ആരാണ്? സപ്ലയർ. അങ്ങനെ വിചാരിച്ചാൽ മതി. The invoice is created by the supplier. സപ്ലയർ എന്ത് ചെയ്യുന്നു? ഇൻവോയ്സ് തരും, ബില്ല് തരും. And it shows how much the buyer required to pay for the goods brought from the supplier. എന്താ ബില്ല്? എന്താ ബില്ല്? ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് അല്ലെ? എനിക്ക് ആ സാധനം തന്നെങ്കിൽ എത്ര രൂപ ഞാൻ പേ ചെയ്യണം അല്ലെ? നമ്മള് കടയിൽ കയറി നമുക്ക് ബില്ല് തന്നു 1500 രൂപ. ഒരു സാരി 1500 രൂപ. നമുക്ക് ആ ബില്ല് 1500 രൂപ എന്ന് പറഞ്ഞാ ആ സാരി എനിക്ക് തരാൻ വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ്. ആ പൈസ കൊടുത്താൽ എനിക്ക് ആ സാധനം തരുള്ളൂ അല്ലെ? അത് ഷോസ് ഹൗ മച്ച് ബയ്യർ റിക്വയർഡ് ടു പേ ഫോർ ഗുഡ്സ്. ആ ഗുഡ്സിന്, ആ സാധനത്തിന് ബയ്യർ എത്ര പേ ചെയ്യണം. അതാണ് ആ സപ്ലയറിൽ നിന്ന് ആ സാധനം വാങ്ങുന്നതിന് ബയ്യർ എത്ര പേ ചെയ്യണം. അതാണ് എന്ന് പറയുന്നത്. ഹു ക്രിയേറ്റ് ഇൻവോയ്സ്? ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹു ക്രിയേറ്റ് ഇൻവോയ്സ് ആരാണ്? ഹു ക്രിയേറ്റ് ഇൻവോയ്സ്?
ബില്ല് തരുന്ന ആരാണ്? മെസ്സേജ് ഇടാനുള്ള താമസമാണോ? ടൈപ്പ് ചെയ്യാനുള്ള താമസമാണോ? അതറിയില്ല എന്നിട്ടാണോ? ഓക്കെ, വെരി ഗുഡ്. ആരാണ് പെട്ടെന്ന്? ആരാണ്? സപ്ലയർ. ഹു ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ? ഹു ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ? ഓർഡർ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് നോക്കി വെക്കുക കേട്ടോ. രണ്ട് കാര്യങ്ങൾ, അത് രണ്ടും മാറിപ്പോരുത്. അത് ഏതെങ്കിലും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഏതെങ്കിലും മാറി ചോദിക്കാറുണ്ട്, രണ്ടും മനസ്സിലാക്കി വെക്കുക. പർച്ചേസ് ഓർഡർ ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആരൊക്കെ തമ്മില്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ ആരാ കൊടുക്കുന്നത്? ക്രിയേറ്റീവ് ആണ്. ഇനി ആ പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? പർച്ചേസ് ഓർഡർ കൺസിസ്റ്റ് ഓഫ് ഡാഷ്, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞേക്കണം. ഇനി ലാസ്റ്റ് എന്താണ്? ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ലാണ്. അതായത് നമുക്ക് തരുന്ന സപ്ലയർ ആണ് ബിൽ തരുന്നത് അല്ലെ. ഇൻവോയ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ. ഈ ബിൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ സപ്ലയർ തരുന്ന സാധനത്തിന് നമ്മൾ അത് അല്ലെങ്കിൽ അവിടെ എത്ര പേ ചെയ്യണം, അതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പിള്ളേർ അത്രയും കാര്യങ്ങള്? ഓക്കെ ആണല്ലേ? ഇന്ന് തന്നെ വായിച്ചു വെക്കാതെ മറന്നു കേട്ടോ. ഒരു കുഞ്ഞു സെന്റൻസും കൂടി അവിടെ ഉണ്ട്. The given supply given by the supplier to the purchase department when the item is distributed, the bills are cleared by the finance or account department. In okay, given by the supplier. Appo supplier ഇവിടെ ആർക്കാ തരുന്നത്? ഞാനല്ലേ purchase department. Given by the supplier. bill ആര് തരും? Given by the supplier to the purchase department when the item is distributed. ആ item വിതരണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബില്ല് തരും. സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന് ബില്ല് തരും. The bills are clear. ഇനി ആ ബില്ല് ക്ലിയർ ചെയ്യുന്ന ആരാ? ആരാണ് പൈസയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അതാരാണ്? ഫിനാൻസ് ഓർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അതുകൂടി അണ്ടർലൈൻ ചെയ്തേ. The bills are cleared by the finance or account department. ഈ ബില്ല് ക്ലിയർ ചെയ്യുന്നത് ആരാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ പൈസ കൊടുക്കുന്നേ. ചെറിയ ചെറിയ പർച്ചേസിന് പറ്റുകയാണെങ്കിൽ മാത്രം. എന്താ നമ്മള് അല്ലാതെ പൈസ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? കൈകാര്യം ചെയ്യുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ബില്ല് ആ ഐറ്റംസ് സപ്ലയർ ആ ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ആ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആ ബില്ല് കൊടുക്കുന്നത്. പക്ഷേ ആ ബില്ല് ക്ലിയർ ചെയ്യുന്നത് ആരാണ്? ഫിനാൻസ് ഓർ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ്. അതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ട്. The bills are cleared by the finance or account department. Clear ആണോ? ഇത്രയും കാര്യങ്ങള് അത് എത്ര പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്ന? 6 എണ്ണോ. എന്റെ പർച്ചേസിംഗ് പ്രൊസീജിയർ ആണ് കേട്ടോ. F വരെ ഉണ്ട്. ഇത്രയും ഇന്ന് അയച്ചു വെച്ചേക്കാം. ഇതിന് എന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ടെക്സ്റ്റിൽ നിങ്ങളത് ഇമ്പോർട്ടന്റ് നോട്ട് ചെയ്ത് തന്നെ ഇടാം കേട്ടോ. അത് മനസ്സിലാക്കി വെക്കുക. ഓരോന്നും ക്രിയേറ്റ് ഇൻവോയ്സ്. ആരാണ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന? ആരാണ്? ബില്ല് വരുന്നത് സപ്ലയർ. ഹു ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ ആരാണ്? പർച്ചേസ് ഓർഡർ എന്താണ്? പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വായിച്ചു വെക്കുക. ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. പർച്ചേസ് പ്രൊസീജിയർ ആണ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വായിച്ചു വെച്ചേക്ക്. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.